நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, എഴുന്നേറ്റേ. കെട്ടിയവനെ കൊല്ലാൻ നോക്കിയപ്പം ഈ അവസ്ഥയൊന്നും കണ്ടില്ലല്ലോ. ദാ എടുത്ത് കഴിക്കേ, എടുത്ത് കഴിച്ചടി. എനിക്ക് വേണ്ട. എന്താ പട്ടിണി കിടന്ന് ചാവാനാണോ ഉദ്ദേശം? നിന്നെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ. എണീക്കടി, എണീക്ക. എന്താ വത്സമ്മ ഇത്? ഇങ്ങനെയാണോ പ്രതികളെ ഭക്ഷണം കഴിപ്പിക്കുന്നത്? അവര് നമ്മുടെ അതിഥികളല്ലേ, അവരോട് കുറച്ചുകൂടി മാന്യമായി പെരുമാറണ്ടേ? ആ മാറ്, ഞാൻ സംസാരിക്കാം. എന്തുവാ പേര്? എന്താ മേഡം ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. ആ എന്നാ പേര് പറ. കാവേരി. നല്ല പേര്. പേര് പോലെ തന്നെ സ്വഭാവവും നന്നാവണം. അത് ബുദ്ധിമുട്ടാണെന്നറിയാം. അതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് കിടക്കുന്നത്. ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതാ വകുപ്പ്. കേസ് ഹിസ്റ്ററിയൊക്കെ എനിക്ക് കാണാൻ പാടമാ. വെറുതെ എന്തിനാ മേഡം ഒരു ദുർവാശി? ഈ വത്സലയാണെങ്കിലേ ഭയങ്കര അടിക്കാരിയാ. വെറുതെ എന്തിനാ വാങ്ങിച്ചു കൂട്ടുന്നേ? ആ കഴിച്ചാട്ടെ. ഞാനേ അപ്പുറത്തുണ്ടാവും, കഴിക്ക്. എടുത്ത് കഴിക്കടി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ നാളെ പത്രക്കാരും ചാനലുകാരൊക്കെ അറിഞ്ഞ് അലമ്പാവില്ലേ? അലമ്പാവണം. അലമ്പാക്കാനാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഏത് കേസിലാ കാവേരി അകത്തായത്? അത് വധശ്രമം. ആരാ ഈ കേസ് കൊടുത്തത്? വിശ്വട്ടൻ. ആണല്ലോ. അപ്പൊ അവിടെ വെച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാ ഉത്തരവാദി? വെറും കാഴ്ചക്കാരായ നമ്മളാണോ? അല്ലല്ലോ. അല്ല. കേസ് കൊടുത്ത് അവൾ അകത്താക്കിയ വിശ്വനാഥനല്ലേ എല്ലാത്തിനും ഉത്തരവാദി. നമ്മൾ നൈസായിട്ട് ഈ കേസ് അയാളുടെ മണ്ടയ്ക്ക് അങ്ങ് വച്ചു കൊടുക്കും. അജയന് 6 പേരെ കൊന്നാ മാത്രം മതിയല്ലോ. അത് ഏത് വഴിക്കാണെന്ന് അജയൻ അറിയണ്ടല്ലോ. കളി ഞാൻ കാണിച്ചുതരാം. വിശ്വേട്ടാ, എന്താ? വിശ്വേട്ടൻ
ഈ കേസ് പിൻവലിക്കണം. കേസ് കൊടുത്തത് പിൻവലിക്കാനല്ലല്ലോ. അത് കള്ളക്കേസാണെന്ന് നമ്മൾ രണ്ടു കൂട്ടർക്കും അറിയാം. എനിക്കറിയില്ല. വിരോധം തീർക്കാൻ വിശ്വേട്ടൻ ഇങ്ങനെ ചീപ്പാവരുത്. ഞാൻ ചീപ്പോ കണ്ണാടിയോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, പക്ഷേ എന്നെ കൊല്ലാൻ നോക്കിയുള്ള വെറുതെ വിടാൻ മാത്രം ഞാൻ അത്ര വിശാല ഹൃദയനൊന്നും അല്ല. കാവേരി ചേച്ചി ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ നീയാണോ അത് ചെയ്തത്? ആ എന്നാ പിന്നെ മൂന്നിനെ കൂടെ പൊക്കിയെടുത്ത് അകത്തോട്ടിട്. മർമ്മം നോക്കി 4 എണ്ണം കിട്ടുമ്പോ ആരാ ചെയ്തെന്നൊക്കെ അറിയാവല്ലോ. എന്തിനാ 3 ആക്കുന്നത്? 4 എണ്ണത്തിനെ പൊക്കി അകത്തിടണം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തില് വക്കീലന്മാർക്ക് പ്രത്യേകം കൺസിഡറേഷൻ ഒന്നും ഇല്ലല്ലോ. അതെ 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 അതെ. കാവേരി നന്ദിത മൈഥിലി ജനനി. ആഹാ, പോലീസ് സ്റ്റേഷനും കോടതിക്കും ജയിലിനും ഒക്കെ ഒരഴക. പിന്നെ ഓണമൊക്കെ വരികയല്ലേ, അത്തപ്പൂക്കളം പോലെ അഴക് അങ്ങനെ കിടക്കട്ടെ അല്ലേ വിശ്വേട്ടാ? നീ ഇതിൽ ഇടപെടണ്ട. ഞങ്ങൾ സംസാരിക്കുന്നതേ വിശ്വേട്ടനോടാ. ഓ വിശ്വേട്ടൻ പറയുമ്പോ അങ്ങ് തേനൊഴുക. ഇതേ വിശ്വേട്ടൻ തന്നെയല്ലേ നിങ്ങളെല്ലാം കൂടെ അന്നൊരു വധശ്രമ കേസിൽ കൊടുക്കാൻ നോക്കിയത്? ഈ നക്ഷത്രം പോലെ നിൽക്കുന്ന ഇവളെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞോണ്ട് അന്ന് ഈ സെന്റിമെന്റ്സ് ഒന്നും ആരും കാണിച്ചില്ലല്ലോ. ആരെന്തൊക്കെ അടവും അഭ്യാസം ഇറക്കിയെന്ന് പറഞ്ഞാലും ഈ കാര്യത്തിൽ വിശ്വേട്ടന്റെ മനസ്സറിയുന്ന പ്രശ്നമേ ഇല്ല അല്ലേ വിശ്വേട്ടാ? അതെ, ഒരു സംശയവുമില്ല. വിശ്വേട്ടാ, ഒരു വീടാകുമ്പോ പല പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരും. അതിന് പ്രതികാരം ചെയ്യുന്നത് ഇങ്ങനെയല്ല. അന്നത്തെ വിശ്വേട്ടന്റെ കേസ് പോലെയാണോ ഇത്? അതെന്താ ആ കേസിനെന്താ കൊമ്പുണ്ടായിരുന്നോ? അവള് പറയട്ടടാ. എന്താ ആ കേസും ഈ കേസും തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസമുണ്ട്. ഈ കേസിൽ കാവേരി ചേച്ചിയെ സംശയിക്കുന്നത് വിശ്വേട്ടന്റെ രൂഹം മാത്രമാ. പക്ഷേ അന്ന് സംഭവിച്ചത് അതല്ലല്ലോ. വ്യക്തമായ തെളിവുകളോടെയല്ലേ ഞങ്ങൾ കേസ് കൊടുത്തത്. എന്ത് തെളിവുകള്? എന്നെ കൊടുക്കാൻ ഇവളൊന്ന് മനഃപൂർവ്വം എന്റെ മേത്തൊന്ന് ചാടിയതല്ലേ? അല്ല, ഒരിക്കലും അല്ല. എന്റെ കഴുത്തിൽ ആരോ ഷോളിട്ട് മുറുക്കി കൊല്ലാൻ നോക്കി എന്നുള്ളത് സത്യമാ. ആരോ അല്ലേ, ഞാനല്ലല്ലോ. പക്ഷേ ഞങ്ങൾ കണ്ടത് വിശ്വേട്ടനെയാണല്ലോ. വിശ്വേട്ടന്റെ കയ്യിലായിരുന്നല്ലോ ആ സമയത്ത് ആ ടവല്. പിന്നെ ഒരു ടവല് കൈ പിടിച്ചെന്ന് വെച്ചാൽ ആരെങ്കിലും കൊലപാതകയാവൂ? മതി, നിർത്ത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാ. നിയമത്തിന്റെ വഴി തന്നെ നടക്കട്ടെ. ഈ കേസിലും അങ്ങനെ തന്നെ മതി. നിയമം എല്ലാവർക്കും ഒരേപോലെയാ. എന്റെ ഭാഗത്തുനിന്ന് ആരും ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട. സന്തോഷമായല്ലേ? ഇനി എല്ലാരും ഒന്ന് പിരിഞ്ഞു പോയാട്ടെ. ആ പിന്നെ ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് വിചാരിക്കണ്ട.